ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഡേയ്സി. ഇന്നിപ്പോൾ ഇവിടെ ഞാൻ കാട്ടിക്കൂട്ടാൻ പോകണമെന്നറിയാമോ? അപ്പോളേ കുഞ്ഞൂസിൽ നിന്നൊരു പായസം തിന്നാനൊരു കൊതി കേട്ടോ. അതുകൊണ്ട് പഴയ കാലം ഒരു പായസം വേണമെന്നവന്. ഏത്? നമ്മുടെ അരിപ്പായസം. 2-3 ദിവസമായി അവൻ പറയാൻ തുടങ്ങിയിട്ട് പായസം ഉണ്ടാക്കും അമ്മി എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ പുറകെ നടപ്പാണ്. എന്നാൽ പിന്നെ അവനൊരു പായസം ഉണ്ടാക്കി കൊടുത്തേക്കാമെന്ന് വിചാരിച്ചാൽ അത് നിങ്ങളെ കൂടെ കാണിച്ചു തന്നേക്കെ നമുക്ക് വീഡിയോയിൽ കാണിക്കാതെ. ഇപ്പം എല്ലാവരും സേമിയ പായസവും പിന്നെ ചവരി പായസവും അങ്ങനെ ഓരോരോ ചെറുപയർ പായസം ഇങ്ങനെയുള്ള പായസങ്ങളൊക്കെ. പണ്ട് കാലത്ത് എല്ലാവർക്കും അരി കൊണ്ടല്ലായിരുന്നു പായസം വെക്കുന്നത്. കുത്തരി, പച്ചരി അങ്ങനെയുള്ള അരികൾ കൊണ്ടല്ലായിരുന്നു പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ രീതിയിലൊരു പായസം ഉണ്ടാക്കി നോക്കിയാലോ. പിള്ളേരും ഓൾഡ് പായസമൊക്കെ ഒന്ന് കുടിച്ച് നോക്കണമല്ലോ, കഴിച്ച് നോക്കണമല്ലോ. എപ്പോഴും ന്യൂ പായസം വെച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇവൻ പായസം വെക്കാൻ പറഞ്ഞപ്പോൾ അരിപ്പായസം വെച്ചപ്പോൾ അതെങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്നാൽ അത് വെച്ച് കാണിച്ചു തരാം, അത് വെച്ച് നിനക്ക് തരാം, അപ്പോൾ നീ കഴിച്ച് നോക്കിയിട്ട് എന്നെ പറ കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അന്ന് അത് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിന്നിവിടെ അരിപ്പായസം വെക്കാൻ പോവാം കേട്ടോ. അരിപ്പായസം വെച്ചിട്ട് പിള്ളേർക്കൊന്ന് കൊടുക്കാമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ അരിയെടുത്ത് നല്ല സൈസ് ബിരിയാണീൻ്റെ പോലത്തെ പച്ചരി ഉണ്ട് നമുക്കിവിടെ റേഷൻ കിട്ടുന്ന നല്ല സൂപ്പർ അരിയാണ്. അപ്പോൾ ആ അരി ഞാനിപ്പോൾ ഒരു 3-4-5 പ്രാവശ്യമായി കേട്ടോ ഇത് കഴുകുന്നത്. കഴുകി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് വേഗം നമ്മൾ പായസമാക്കി കൊടുക്കാൻ. അവനപ്പോഴത്തേനും സ്കൂളൊക്കെ വിട്ട് വന്നു കഴിഞ്ഞു. സ്കൂൾ വിട്ട് വന്ന വഴി അവൻ പായസം ഉണ്ടാക്കി. അവനെന്നാതെ ഓർത്തിരിക്കുമായിരുന്നു പായസത്തിൻ്റെ കാര്യം കേട്ടോ. 2 ദിവസമായിട്ട് ഭയങ്കര പൂതിയാണ് കുഞ്ഞുവിന് പായസം കുടിക്കണമെന്ന്. അത് കാരണം നമുക്ക് പായസം ഉണ്ടാക്കി കൊടുക്കാം. കൂട്ടുകാരെ എങ്ങനെയാണ് പായസം വെക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ കുക്കറിലേക്ക് ഈ അരി ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചരി അല്ലാണ്ട് വേറെ ഏതൊക്കെ അരി ഉപയോഗിക്കാം? എല്ലാ അരിയിലും പായസം വെക്കാം. ഏതൊക്കെ അരിയുണ്ട് അതിനകത്തെല്ലാം പായസം വെക്കാം. കുത്തരിയൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ നല്ലതാണ് പായസം വെക്കാൻ. കുത്തരിയുടെ പായസമൊക്കെ ആണെങ്കിൽ ഇത് പഴയ കാലത്തെ മോഡലാണ്. അന്ന് അരി ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ പായസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സേമിയയും ആണെന്ന് അതും ഇതും ഒന്നുമില്ല. ഇങ്ങനെയൊന്നും ഉള്ള ചെറുപയറിൻ്റെ പായസമൊക്കെയാണ് വെച്ച് തരുന്നത്. നമുക്ക് ഓണത്തിനൊക്കെ, ഓണം, ക്രിസ്മസ്, ബർത്ത്ഡേക്കൊക്കെ ഇങ്ങനത്തെ പായസങ്ങളായിരുന്നു നമുക്ക് വെച്ച് തരുന്നത്. അരിയും ചെറുപയറും കൂടെ ഒരുമിച്ച് അങ്ങനെയും വെക്കും. ചെറുപയറുണ്ടെങ്കിൽ ചെറുപയറിൻ്റെ പരിപ്പോ ചെറുപയറോ ഉണ്ടെങ്കിൽ അത് രണ്ടും കൂടെ ഒന്നിച്ചും വെക്കും. ഇപ്പം ഞാനിവിടെ സിമ്പിളായിട്ട് ഇവനിപ്പോൾ പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് സിമ്പിളായിട്ടൊരു പായസം അതിലൂടെ തന്നെ ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനകത്ത്. അതിന് വേഗണ്ടല്ലേ? അതെ, വേഗാൻ ആവശ്യത്തിനുള്ള വെള്ളം. അപ്പോൾ നമുക്ക് ഈ കുക്കറിനകത്താകുമ്പോൾ പെട്ടെന്നായി കിട്ടുമല്ലോ. 2 വിസിലടിക്കുമ്പോഴത്തേനും പച്ചരിയല്ല അരിയൊന്നും ഒഴിച്ച് കിട്ടും. അപ്പോൾ നമുക്ക് കുക്കറിനകത്ത് വെക്കാം. അപ്പം നമ്മുടെ ചോറ് ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. പായസത്തിനുള്ള ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കതിനകത്തോട്ട് ഉരുക്കി വെച്ചിരിക്കുന്ന വെല്ലം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. മധുരം നോക്കിയിട്ട് ഒഴിക്കാം. മധുരമൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച്. ഒരുപാട് മധുരം വേണ്ടെങ്കിൽ മധുരം ഒത്തിരി ഇടണ്ട. നമുക്കൊരു കണക്കാൻ തോന്നും കേട്ടോ. കറക്റ്റ് മധുരമാണ്. അരിച്ചൊഴിക്കണം. എന്നാന്ന് ചോദിച്ചാൽ വല്ല കരടും കല്ലൊക്കെ ഉണ്ടെങ്കിലേ അതെ അത് ഇതിനകത്തോട്ട് പോയിട്ട് പിന്നെ അത് കടിക്കും. അതുകൊണ്ട് വെള്ളം അത് കടിക്കുമോ? അതൊക്കെ ഉരുക്കി വെച്ച് നമ്മൾ കടിക്കും. കല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് കടിക്കൂല. ഇനി അടുത്ത ഐറ്റം ഒഴിക്കാനുണ്ടെന്നേ. ഇങ്ങനെ ഒഴിക്കുന്നേ പാലൊഴിക്കണം. പാലൊഴിക്കാതെ എന്ത് പായസമാകും. അപ്പോൾ 1/2 ലിറ്റർ പാലോളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോഴല്ലേ പായസത്തിൻ്റെ രൂപം വന്നേ. ഇവയും ചൂടാകാൻ പാടില്ല. ഇനി നമ്മൾ മെയിനായിട്ടുള്ള നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇച്ചിരി ഏലക്കയും ജീരകവും കൂടെ കൂട്ടി പൊടിച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേ. അവനിടുമ്പോഴല്ലേ നമുക്ക് നല്ലൊരു മണമൊക്കെ വരുള്ളൂ. നമ്മുടെ പഴയകാല ട്രെൻഡ് പായസം. 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ വറുത്തിടാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇച്ചിരി തേങ്ങാക്കൊത്ത് വറുക്കാവേ. തേങ്ങാക്കൊത്ത് മൂത്ത് ചുമന്ന് ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്കത് ഇങ്ങോട്ട് മാറ്റാം. നമ്മുടെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അത് കളർ ഇച്ചിരി മാറി വരുമ്പോഴത്തേനും ഇപ്പോൾ നമ്മുടെ മുന്തിരിങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. അതിപ്പോൾ ബോൾ പോലെ ആയി വരും.
എല്ലാം ബോളാകട്ടെ. തേങ്ങാക്കൊത്ത് ഇടുക അതിനെ കേട്ടോ. ഇത് നെയ്യോട് കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഏതൊരു മധുരത്തിനും ഇത്തിരി ഉപ്പ് വേണം. അതുകൊണ്ട് നമുക്കൊരിച്ചിരി അതിന് പാകത്തിന് കൂടാൻ മാത്രം ഒരിച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ആ മധുരത്തിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് എല്ലാം കൂടെ ഇളക്കാം. നമ്മുടെ പായസം റെഡിയായി. ഓൾഡ് പായസം, നമ്മുടെ അരിപ്പായസം ഇവിടെ റെഡി. മുണ്ടക്കയം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും പോരെ പായസം കുടിക്കാൻ. ഞാൻ പായസം വെച്ചിട്ടുണ്ട്. കൂട്ടുകാരെല്ലാവരും പോരെ പായസം കുടിക്കാവേ. എല്ലാവർക്കും കൂടെയുള്ള പായസം ആക്കിയിട്ടുണ്ട്. എല്ലാവരും പായോ. എന്തോ സ്കൂൾ വിട്ട് വന്നിട്ട് എഴുതിയൊക്കെ കഴിഞ്ഞോ? ഇനി എന്ത് ചെയ്യാൻ പോവാ? പായസം കുടിക്കാൻ പോവാ. അവനെല്ലാം ഇത് അടുക്കി പറക്കി വെക്കുവോ വേഗം. ഇന്നത്തെ ഹോംവർക്ക് എല്ലാം കഴിഞ്ഞോ? നമുക്ക് ഈ പായസം ഇനി കുഞ്ഞൂസിന് ഒന്ന് വിളമ്പി കൊടുക്കാം. അവൻ ടേസ്റ്റ് ചെയ്തിട്ട് അവൻ്റെ അഭിപ്രായം പറയട്ടെ. പഴയ തരത്തിലുള്ള പായസം. അപ്പോൾ അവന് കൊടുക്കുവാണ് നമ്മൾ. അവൻ കുടിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുന്നതാണ്. കുഞ്ഞൂസേ, നിനക്ക് പായസം ഇവിടെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പായസം കുടിച്ച് നോക്കിയിട്ട് പറ കേട്ടോ, ഇഷ്ടപ്പെട്ടോന്ന്. ചൂടുണ്ട്, ഊതി മെല്ലെ കുടിക്കുക. നല്ലോണം ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. മധുരമൊക്കെ പാകത്തിനാണോ എല്ലാം പറയണം. നിനക്കല്ലായിരുന്നോ പായസം വേണം എന്നും പറഞ്ഞ. ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് അരിപ്പായസം? കുഞ്ഞു എപ്പോഴും സേമിയ പായസം അല്ലേ കഴിക്കാറ്? അരിപ്പായസം അല്ലേ? നല്ലതല്ലേ? ഇത് നല്ല രുചിയാണ്. നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കുന്നേ. ഇത് എന്റെ മമ്മി ഉണ്ടാക്കിയില്ല. നല്ല രുചിയുണ്ട് കണ്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡിയായി കേട്ടോ. ഈ പായസം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കമൻറ്റുകളും അഭിപ്രായങ്ങളും നിങ്ങൾ ഞങ്ങളെ അറിയിക്കണം കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയിൽ കൂടെ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. അന്നേരം ഞാനൊന്ന് കഴിക്കട്ടെ. നല്ല രുചിയാണ്. നിങ്ങളും ഉണ്ടാക്കി നോക്കുക കേട്ടോ.